നാളെ മകരവിളക്കാണ്. മഹോത്സവത്തിന് ശബരിമല ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകുന്നേരം ശബരിമല സന്നിധാനത്തെത്തും. നാളെ ഉച്ചയ്ക്ക് 12 മണി മുതൽ സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ അനുവദിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. രാഹുൽ സുരേഷ് ശബരിമലയിൽ നിന്നും തത്സമയം ചേരുകയാണ്. രാഹുൽ സുരേഷ്, പറയൂ. SKN ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഒരു പുണ്യദിനം കൂടിയാണ് ഈ മകരവിളക്ക് ദിനം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അതിനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ശബരിമല സന്നിധാനത്തെ ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. ദേവസ്വത്തിൻ്റെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ സംബന്ധിച്ച് അന്തിമ യോഗവും ചേർന്നിട്ടുണ്ട്. നാളെ ഏതാണ്ട് ഒരു 55,000 തീർത്ഥാടകർ കൂടി സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ 1.5 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകർ ഇവിടെ എത്തി വിരിവെച്ച് കഴിഞ്ഞു. അപ്പോൾ നാളെ കൂടി ആ തീർത്ഥാടകർ എത്തുമ്പോൾ ഏതാണ്ട് 2.5 ലക്ഷത്തിലധികം തീർത്ഥാടകരെ ശബരിമല സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പോലീസ് ഏതാണ്ട് 5000-ലധികം പോലീസുകാരാണ് വിവിധയിടങ്ങളിൽ സുരക്ഷയ്ക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. നാളെ രാവിലെ 8:45-നാണ് മകരസംക്രമ പൂജ നടക്കാൻ പോകുന്നത്. ഈ സമയത്ത് കവടിയാർ കൊട്ടാരത്തിൽ നിന്നും പ്രത്യേക ദൂതൻ വഴി അയച്ച നെയ്യ് ഈ സമയത്ത് അഭിഷേകം ചെയ്യും. തുടർന്ന് വൈകിട്ട് 5:30 ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്ര എത്തും. അവിടെ ദേവസ്വം ബോർഡ് ജീവനക്കാർ അത് സ്വീകരിക്കും. തുടർന്ന് 6:30 നമ്മളിപ്പോൾ ഉള്ള ക്ഷേത്ര സന്നിധിയിലെ ഈ കൊടിമര ചുവട്ടിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകൾ തിരുവാഭരണ ഘോഷയാത്ര തിരുവാഭരണം ഏറ്റുവാങ്ങും. അതിനുശേഷമായിരിക്കും പ്രസിദ്ധമായ ദീപാരാധന നടക്കാൻ പോകുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ആ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർണ്ണമാണ്. SKN സൂചിപ്പിച്ച പോലെ തന്നെ നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം മല കയറാൻ തീർത്ഥാടകരെ അനുവദിക്കില്ല. അതുമാത്രമല്ല 10 മണിക്ക് ശേഷം നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ പമ്പയിലേക്ക് കടത്തിവിടില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ 2 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഈ മകരവിളക്ക് ദർശനം കഴിഞ്ഞ് ഒന്നിച്ച് മലയിറങ്ങാനുള്ള സാധ്യതയുണ്ട്. വളരെയധികം ജാഗ്രത 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് പാലിക്കണമെന്നാണ് പറയുന്നത്. വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ശബരിമല സന്നിധാനത്ത് അഭൂതപൂർവമായ തിരക്കായിരിക്കും നാളെ മറ്റന്നാളും അനുഭവപ്പെടുക. മകരജ്യോതി ദർശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പമ്പയിലേക്ക് പോകാനുള്ള തിരക്കിൽ ആളുകൾ തിരക്കിട്ടിറങ്ങുന്നത് സാധാരണ കാഴ്ചയാണ്. ശബരിമല സന്നിധാനത്ത് എല്ലാവിധമായ ശ്രദ്ധയും എടുക്കണം. കാര്യം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ തിക്കി ഈ പമ്പയിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ദിവസമാണ് നാളെ. ശബരിമല മകരജ്യോതിയും മകരവിളക്കും ഒക്കെ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.